ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം, എൻ്റെ അധരം നീതികേട് സംസാരിക്കയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല എന്നുള്ള വചനമാണ്. ഇയ്യോബിന് പറയാനുള്ളത്, ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ നീതികേടും വ്യാജവും സംസാരിക്കുവാൻ തുനിയുന്നില്ല എന്ന് കൃത്യമായി ഓർപ്പിക്കുകയാണ്. 13-ാം അധ്യായം 7-ാം വാക്യത്തിൽ, നിങ്ങൾ ദൈവത്തിനു വേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ, അവന് വേണ്ടി വ്യാജം പറയുന്നുവോ എന്ന് ചോദിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന 2 ചോദ്യങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. ഒരിക്കലും ദൈവത്തിനു വേണ്ടി വ്യാജം സംസാരിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിട്ടില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം വ്യാജം പറയുന്ന ദൈവമല്ല, നീതികേട് സംസാരിക്കുന്ന ദൈവമല്ല. താൻ എല്ലാവരെയും സ്നേഹിക്കുകയും നീതിപൂർവ്വം സംസാരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 20-ാമത് വാക്യം വായിക്കുമ്പോൾ, എഫ്രൈം എൻ്റെ വാത്സല്യപുത്രനോ ഓമനക്കുട്ടിയോ, ഞാൻ അവന് വിരോധമായി സംസാരിക്കുമ്പോഴൊക്കെയും അവനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ സ്ഥായി തോന്നി എന്നാണ് രേഖപ്പെടുത്തുന്നത്. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുമ്പോൾ താൻ സ്നേഹിക്കുന്ന തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അതെത്രമാത്രം വലുതാണെന്ന് അവിടെ ബോധ്യപ്പെടുത്തി പറയുന്നതാണ് ആ വാക്കുകൾക്കുള്ളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായം 13-ാം വാക്യത്തിൽ വരുമ്പോഴും, താഴ്വരയിലും സമഭൂമിയിലെ പാറയിലും പാർക്കുകയും ആർ തങ്ങളുടെ നേരെ വരും, ആർ തങ്ങളുടെ പാർപ്പിടങ്ങളിൽ കടക്കുമെന്ന് പറയുകയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങൾക്ക് വിരോധമായിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അനീതി ചെയ്യുന്നവനോട് അനീതി പ്രവർത്തിക്കുകയും നീതി പ്രവർത്തിക്കുന്നവനോട് നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഈ വാക്യത്തിനുള്ളിലും വളരെ വ്യക്തമായ തലത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 8-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാലും അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുമ്പോൾ, യെരൂശലേമിലെ ഈ ജനമോ ഇടവിടാതെ പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചിരിക്കുന്നതും മടങ്ങി വരുവാൻ മനസ്സില്ലാത്തതുമായിരിക്കുന്നത് എന്താണ്? ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ട ജനം മടങ്ങി വരുവാൻ മനസ്സില്ലാത്തവരായി തീർന്നിരിക്കുന്നത് കൊണ്ട് ദൈവം അവരോട് ചോദിക്കുന്ന ചോദ്യവും ഈ വാക്യത്തിലുണ്ട്. ഈ വാക്കുകളെല്ലാം നമ്മെ എന്താണ് സൂചിപ്പിക്കുന്നത്? ദൈവം നീതിമാനാണ്. ദൈവം നീതിയോടുകൂടി സംസാരിക്കുന്ന, നീതികേട് സംസാരിക്കാത്ത ഒരു ദൈവമാണ്. ആകയാൽ നീതിയോടെ സംസാരിക്കുന്ന ഒരു ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ആ ദൈവത്തിൻ്റെ വാക്കുകൾക്കായി കാത്തിരിക്കാം. അതിന് ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, പലപ്പോഴും നീതികേട് സംസാരിക്കുന്നത് കേട്ട് ഞങ്ങളുടെ മനസ്സ് വല്ലാണ്ട് ഭാരപ്പെടാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ സൃഷ്ടിതാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവം നീതികേട് സംസാരിക്കുകയില്ലെന്നും ദൈവം നീതിയോടെ സംസാരിക്കുകയും നീതിയോടെ വിധിക്കുകയും ചെയ്യുന്ന ദൈവമെന്ന് വിശ്വസിച്ച് ആ നിലകളിൽ ഞങ്ങളുടെ ജീവിതം കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. ഈ ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.